ജീവിതത്തിലെ ഒരു വലിയ ഒരു ഭാഗം വാവച്ചനാണല്ലേ? വാവച്ചനെ കാണുന്നതും വാവച്ചനെ ഈ ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തരാനും പറ്റുന്നൊരു വലിയ കാര്യം താങ്കൾ ചെയ്തില്ലേ? ശരിയാണ്, വാവച്ചൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം സിനിമയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ കുട്ടിക്കാലം തൊട്ട് വാവച്ചൻ ഇങ്ങനെ വരാറുണ്ട്. വാവച്ചൻ പോകാറുള്ള ഒട്ടനവധി വീടുകളിൽ ഒരു വീട് ഇവിടെയാണ്. വാവച്ചന് എപ്പോൾ വരുമ്പോൾ താമസിക്കാനായിട്ട് ഉറങ്ങാനൊരു പായും തലണ ഇവിടെ ഉണ്ട്. പാട്ട് പാടും, തമാശകൾ പറയും, അങ്ങനെ പോകുന്നൊരു വാവച്ചൻ. പിന്നീട് എപ്പോഴുമാണ് എനിക്ക് സിനിമയിൽ, കാരണം നല്ല ഭംഗിയാണ്, ചിരി കാണാനായിട്ട് ഭയങ്കര രസമാണ്, ഇന്നസെൻസ് ഭയങ്കരമായിട്ടുണ്ട്. ഒരിക്കൽ കരുണം എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാടമ്പനോട് ചോദിച്ചു, വാവച്ചനെ പ്രധാന കഥാപാത്രമാക്കിയാലോ എന്ന് ചോദിച്ചു. വാവച്ചൻ മാടമ്പ് പറഞ്ഞു തരക്കേടൊന്നുമില്ല, കാരണം അപ്പിയറൻസ് എക്സാക്റ്റ്ലി വാക്കിയാണ്, ഇതുപോലെ നമുക്ക് ഒരിക്കലും ഒരാളെ കിട്ടില്ല. പിന്നെ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. വാവച്ചന് കരുണം എന്ന് പറഞ്ഞിട്ടൊരു വീട് ഉണ്ടാക്കി കൊടുത്തു അല്ലേ? അത് ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം ആ സിനിമയാണ് കരുണം. കാരണം 10 ലക്ഷത്തിൽ താഴെ ചിലവിലൊരു സിനിമ ചെയ്യുന്നു. അന്ന് നമ്മുടെ അവഗണിക്കുന്ന വാർദ്ധക്യത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു സംഭവമാണ്. അതെ. അപ്പം അങ്ങനൊരു സിനിമ ചെയ്യുന്നു, അതിൽ വാവച്ചൻ ഹീറോ ആവുന്നു. അതിനാണ് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഗോൾഡൻ പീക്കോക്ക് അവാർഡ് എനിക്ക് കിട്ടുന്നു. അപ്പോൾ അങ്ങനൊരു സിനിമ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം പോലെ വാവച്ചനൊരു വീട്, ആ വീടിന് കരുണം എന്ന് പേര് കിട്ടും. പക്ഷേ അതാണ് എനിക്ക്, ഞാൻ ചെയ്തൊരു തെറ്റാണെന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം വാവച്ചന് വേണ്ടത് സ്വാതന്ത്ര്യമായിരുന്നു. ഈ നാട് മുഴുവൻ ഇങ്ങനെ നടക്കാനുള്ള, സന്തോഷത്തോടെ നടക്കാനുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ഒരു വീട്ടിലേക്ക് ഒതുക്കിയത്. വാവച്ചനല്ലാണ്ടായി പോയി. അതെ, വാവച്ചൻ ഇന്നും വാവച്ചൻ്റെ യാത്ര കാത്തിരിക്കുകയാണ്. കാരണം വാവച്ചൻ ഇപ്പം വീടൊരു ഉത്തരവാദിത്വമായി. കാരണം വീട് വിട്ട് ഒരു ദിവസം പോലും ഇവിടെ വന്നാൽ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ എത്തണം. കാരണം വീട് പൂട്ടി പോന്നിരിക്കണം, ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ളൊരു. അപ്പോൾ മനുഷ്യനിൽ നമ്മളിലൊക്കെ ഉള്ള എന്നും നമ്മൾ പൊട്ടിച്ചെറിയണം എന്ന് ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് ഫിലോസഫിയാണ് ഞാൻ ചെയ്ത ഈ തെറ്റിലൂടെ. സ്വന്തം അച്ഛനും അമ്മയും ഫാമിലി. അച്ഛൻ ഒരു പ്ലാന്ററായിരുന്നു. അതായത് അച്ഛൻ്റെ ഒരു ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കോട്ടയംകാലത്ത് ആ കാലത്ത് കോട്ടയത്ത് ഒരു പാലാ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് വളരെ, അതെ, അത് അച്ഛൻ അന്ന് ഒരു ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് തന്നെ അച്ഛന് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് പാലാ സെൻട്രൽ ബാങ്ക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ മുഴുവൻ പൈസയും പോയി. ഒരു അപ്പം കുട്ടികളെല്ലാം ഉണ്ട്, 5 മക്കളും ഉണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് അച്ഛൻ ഒരു കാട്ടിൽ, അന്നത്തെ കാലത്ത് കുടിയേറ്റ കർഷകരുടെ കൂടെ അച്ഛനും കുടിയേറുന്നു. അങ്ങനെ ഇടുക്കിയിൽ ഏതോ ഒരു കാട്ടിൽ, ആനക്കാട്ടിൽ, അങ്ങനെയാണ് പിന്നൊരു ലോകം സൃഷ്ടിക്കുകയാണ് അവർ. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതൊക്കെ ഞങ്ങളുടെ അവധിക്കാലത്ത് ഈ കാട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അന്ന് അവിടെ ഈ ആന ഉള്ള വലിയ ട്രഞ്ചൊക്കെ കുഴിച്ചിട്ടുള്ള, ഏറുമാടത്ത് താമസിച്ചിട്ടുള്ള കൃഷിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊരു, അന്ന് ഈ ഇടുക്കി ഡാമൊന്നും പണിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ പെരിയാറൊക്കെ ഞങ്ങൾ നടന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഇതിനൊക്കെ അപ്പുറത്ത് അച്ഛനെ എഴുതുമായിരുന്നു. ഞങ്ങളന്ന് അവിടെ ചെല്ലുമ്പോഴൊക്കെ അവിടെയുള്ള ജോലിക്കാരെ മുഴുവൻ ഇരുത്തിയിട്ട് രാത്രിയിൽ ക്യാമ്പ് ഫയറിൽ പാട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാമ്പഴം, വൈലോപ്പള്ളിയുടെ മാമ്പഴമൊക്കെ ഞാൻ കേൾക്കുന്ന അവിടെയുള്ളൊരു സാധാരണ ഒരു കർഷകൻ പാടിക്കുക, അത് കഥാപ്രസംഗം പോലെ അവതരിപ്പിച്ച് കേൾക്കുകയാണ്. അപ്പം കഥയോടുള്ള താല്പര്യവും അല്ലെങ്കിൽ ഈ പറഞ്ഞ എഴുതാനുള്ള താല്പര്യമൊക്കെ അച്ഛനുണ്ട്. അച്ഛൻ്റെ കഥയാണ് കുടുംബസമേതം. അത് അച്ഛൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അത് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് എനിക്ക് സിനിമയാക്കാൻ പറ്റുള്ളൂ. കണ്ടില്ല. അച്ഛനായിട്ടൊരു ചെറിയ രീതിയിലൊരു പിണക്കത്തോടു കൂടിയാണ് സിനിമയിലേക്കുള്ള യാത്ര. പക്ഷേ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ എത്രമാത്രം അങ്ങനെ പിണങ്ങി മാറിയെങ്കിൽ പോലും എത്രമാത്രം നമ്മൾ അറിയാതെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നതിൽ. വിദ്യാരംഭം കണ്ടിരുന്നു. പിന്നെ സിസ്റ്റേഴ്സിലിപ്പോൾ ഒരു സിസ്റ്ററാണ് ഭരതേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നത്. ചേച്ചി ലളിത ചേച്ചിയുടെ വലിയ അടുത്ത ഫ്രണ്ടായിരുന്നു. അങ്ങനെയാണ് ഭരതേട്ടനുള്ളൊരു എൻട്രി. താങ്കളുടെ കുടുംബം? എൻ്റെ സബിത അറിയാം. അപ്പം സബിത ഞാൻ അതിലൊക്കെ മുമ്പ് എല്ലാവർക്കും അറിയാവുന്നൊരു കഥയുണ്ട്. കാരണം പൈതൃകത്തിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തവനൂർ പോകുമ്പോൾ അവിടെ അവരുടെ വീട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ വീട്ടിൽ വെച്ചാണ് സബിത കാണുന്നതും വിവാഹ ആലോചന നടക്കുന്നതും. അങ്ങനെ ലൊക്കേഷനിൽ നിന്ന് എനിക്ക് സിനിമയിലൂടെ തന്നെയാണ് കിട്ടിയത് എന്നാണ് പറയാൻ. പിന്നെ സബിത ഫാഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു. കണ്ണകിയിലാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതിനുശേഷം ഇപ്പോൾ 1-2 സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ട്. അങ്ങനെ എൻ്റെ ഈ ഗുൽമോഹറിലുണ്ട്, ഇതിലുണ്ട്. അതിന് മുമ്പ് ഓഫ് ദ പീപ്പിൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മക്കൾ 2 പേര് ധനു, കേശവൻ. ധനു 12 വയസ്സായി, കേശവൻ ഇപ്പോൾ 3.5 വയസ്സ്. ഇത് ഗുൽമോഹറിന് ശേഷം എന്താണ് അടുത്ത പ്രോജക്റ്റ്? 2 പ്രോജക്റ്റ് ഉണ്ട്. ഒന്ന്
പൃഥ്വിരാജ് അഭിനയിക്കുന്ന ആ സൗവർണിക, നരേന്ദ്രപ്രസാദ് സാർ എഴുതിയ ഐതിഹ്യമാല ബേസ് ചെയ്തിട്ടുള്ളൊരു നാടകം. പിന്നെ ഒന്ന് മോഹൻലാൽ അഭിനയിക്കുന്ന കുഞ്ഞാലി മരയ്ക്കാർ, അതും ഒരു കുറച്ച് വലിയ പ്രോജക്റ്റാണ്. 2 പ്രോജക്റ്റാണ് ഇപ്പോൾ മനസ്സിലുള്ളത്, അതാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സിനിമകളിൽ കൂടെ മാത്രമേ ഞാൻ ജയരാജനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നേരിട്ട് കാണാൻ സാധിച്ച സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഗുൽമോഹറിനെ കുറിച്ചൊക്കെ ഇത്രയും നല്ല കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞു. ഞാൻ ഒരുപാട് എന്താ പറയുക, രഞ്ജിത്തിൻ്റെ അഭിനയത്തിനെക്കുറിച്ചും സിനിമയെക്കുറിച്ചും പലരും പറഞ്ഞു കേട്ടു. ഇപ്പോൾ വന്ന് താങ്കളെ തിരക്കിൽ അല്പം നേരം താങ്കളെ ഈ നേരം ഞങ്ങൾക്ക് തന്നതിന് വളരെ സന്തോഷമുണ്ട്. ഈ ഗുൽമോഹർ കേരളം മൊത്തം വിടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.